എന്തായി മോനെ വയറ്റിന്ന് പോയാ? ഓ ആ പോയമ്മേ. എത്ര ദിവസമായി വയറ്റിന്നൊന്ന് പോയിട്ട് അമ്മ മരുന്ന് തന്നത് ഭാഗ്യം. അച്ഛനെ ചൂടുവെള്ളം ചോദിച്ചിട്ട് കുറേ നേരമായി. കൊണ്ടേ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ബഹളം വെച്ചൂടെ ചൂടാകും കിടന്നു. ഒരു വെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായി? രണ്ട് പെണ്ണുങ്ങളുണ്ട് ഇവിടെ. എടി ശാന്തേ, എടി വരട്ടെ ഇങ്ങോട്ട്. ചേട്ടാ ഇന്ന വെള്ളം കുടി. ഓ എന്ത് ചൂടാടിയത്. എന്നാ തിളച്ചവിടെ എൻ്റെ അണ്ണാക്കിലേക്ക് ഒഴുകി പൊള്ളിച്ചാകട്ടെ. നിനക്കൊക്കെ അപ്പം എന്തും കാണിക്കാല്ലേ ഇവിടെ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലല്ലോ കുറ്റം. എൻ്റെ ചേട്ടാ, ചൂട് കൂടിയാ കുറ്റം, ചൂട് കുറഞ്ഞാ കുറ്റം. ചെന്ന് കുടിക്കണ ഇഷ്ടത്തിനുള്ള ചൂടിൽ കുടിക്കാല്ല. എന്നാ പിന്നെ ഞാൻ ഇനി വീട്ടുപണി കൂടി ചെയ്യാടി. അതാവുമ്പോൾ നിനക്കൊക്കെ ടി വിയും കണ്ട് ഇരുന്നാൽ മതിയല്ല, സുഖമല്ലേ? ഞാനൊന്നും പറയണില്ല. ഞാൻ നിങ്ങൊന്നും മുണ്ടണില്ലേ, ഞാൻ പോയി. ആ അമ്മേ, ഞാനേ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്നോർത്താണ്. പോയിക്കോട്ടെ അപ്പം ഇന്ന് വൈകിട്ട്. എൻ്റെ പൊന്നു മോളെ, അമ്മയോട് ചോദിച്ചിട്ട് കാര്യമില്ല, അച്ഛനോട് പറഞ്ഞിട്ട് പോകാനല്ലേ. അത് മതി ഇവിടെ ബഹളം ഉണ്ടാക്കാൻ. ഓ അച്ഛനോട് ചോദിക്കണ? എന്നാ ഞാൻ ചോദിച്ചു നോക്കട്ടെ. തേങ്ങ ഉണ്ട്, തെങ്ങുണ്ട്. തെങ്ങ് കയറാൻ ആളായില്ലാത്ത, തേങ്ങക്കാണ് ഒടുക്കത്തെ പൈസ. അച്ഛാ, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ അച്ഛാ ഇന്ന് വൈകിട്ട്. ആ എന്താ മോളെ, എന്തിനാ എപ്പോഴും വീട്ടിൽ പോണ? ഇവിടെ എന്തിൻ്റെ കുറവാണ്? എപ്പോൾ നോക്കിയാലും വീട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ? എന്തൊരു ഗ്യാസ്. വീട്ടിൽ പോകാണ്ട ഇപ്പം, അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പം. ആ ശരി അച്ഛാ. മോളെ, ആ എന്താ അച്ഛാ? അടുത്ത ആഴ്ച നമ്മുടെ കൊച്ചിൻ്റെ പേരുകൾ ചടങ്ങല്ലേ? ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. അച്ഛാ ഞാൻ പേര് നോക്കുമായിരുന്നു ഓൺലൈനിൽ. പേര് കുറെ പേരുണ്ട് ഓൺലൈനിൽ, ഇപ്പം ഞാൻ നോക്കണായിരുന്നു. ഓൺലൈനിൽ പേരാ? ഇപ്പൊ പേരും ഓൺലൈനിൽ വരുത്തി തുടങ്ങിയ? അതച്ഛാ ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പേരൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ അതിൽ നിന്നൊരു നല്ലത് നോക്കി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊച്ചിനിടാനായിട്ട്. ഓൺലൈനും കീഴ്ലൈനൊന്നും വേണ്ട. ഞാനൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് ദാമോദരൻ. അവനെ ഞാൻ ദാമു എന്ന് വിളിക്കും. ദാമോദരനാ? അച്ഛ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെ പേരിടുവോ അച്ഛാ? വേറെ ഒരു പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അച്ഛാ, അത് നോക്കിയാൽ പോരെ നമുക്ക്? അത് പോരെ. എന്നാ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അമ്മയുടെ പേരും കൂടി അതിൻ്റെ കൂടെ കൂടാം. കല്യാണിക്കുട്ടി. ദാമോദരൻ കല്യാണിക്കുട്ടി. അത് മതി. ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട. ശരിയല്ലേ? ദാമോദരൻ കല്യാണിക്കുട്ടി, ഇയാളൊക്കെ ഇത് എവിടെ? ഇന്നത്തെ കാലത്ത് ആരെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ പേരിടുന്നത്? എന്താ അലുവയും മത്തിക്കറി എന്ന് പറയുന്ന പോലെ ദാമോദരൻ കല്യാണിക്കുട്ടി. അയ്യോ, ചേട്ടനെ വിളിച്ച് പറയാം. ഇനി ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയല്ലോ. ദാമോദരൻ കല്യാണിക്കുട്ടി. മോൻ്റെ പേരെന്താ? ദാമോദരൻ കല്യാണിക്കുട്ടി. എന്തു മുണ്ണേണ് ഇയാള്. എന്തൊരു ഗ്യാസ്. എടി ശാന്തേ, ഇത്തിരി ജീരകം വറുത്ത് വെള്ളം തന്നേടി. ഭയങ്കര ഗ്യാസ്. മോളെ, അച്ഛന് ഇച്ചിരി ജീരകം വറുത്ത് വെള്ളം കൊടുമോന്, പെട്ടെന്നാകട്ടെ, അല്ലെങ്കിൽ ഞാൻ അത് മതി അടുത്ത ബഹളത്തിന്. അത് ഞാൻ കൊടുക്കാമേ, ഇപ്പൊ കൊടുക്കാട്ടാ. ഇന്നച്ഛാ ജീരകമുള്ളൂ, ഇതങ്ങോട്ട് കുടിക്ക്, ആ ഗ്യാസ് പോട്ടെ. എന്ത് വെള്ളമാണിത്? ജീരകത്തിന്റെ കുത്തിനോട് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാ ഗ്ലാസ്. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മ കുറ്റക്കാരനാവും. സുഖമില്ലാത്തത്. മോനെ എന്താണെന്നറിയാൻ പാടില്ല മോനെ. അച്ഛൻ ബാത്റൂമിൽ ഇരുന്ന് കരയുന്നുണ്ട്. പെട്ടെന്നൊരു വയറിളക്കം വന്നതുപോലെ. അമ്മ കുറേ നാളായില്ലേ പറയണ അച്ഛന് വല്ല എലിവിഷവും മേടിച്ചു കൊടുക്കണമെന്ന്. എലിവിഷമൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാനേ അമ്മ വയറിളകാൻ തന്ന, വയറ്റിൽ നിന്ന് നല്ലോണം പോകാൻ തന്നാ മരുന്നില്ലേ, അത് കുറച്ച് ആ ജീരക വെള്ളത്തിൽ കലക്കങ്ങോട്ട് കൊടുത്ത്. അതാണ് അച്ഛൻ ആ വയറിളക്കം വന്നേക്കണം. ഇച്ചിരി നേരം അവിടെ ബാത്റൂമിൽ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് ചെവിക്ക് സ്വസ്ഥത കിട്ടും. മോനെ, അമ്മ അതങ്ങനെ പറഞ്ഞത് ചെയ്യാനാണ്. ഒന്നുമില്ലെങ്കിൽ അത് അച്ഛനല്ലേ മോനെ. അത് അവിടെ കിടന്ന് കരയാണ്. ഞാൻ ചെല്ലട്ടെ. ഇപ്പൊ ഇവരൊന്നായ? ദൈവമേ, ഇനി പറഞ്ഞു കൊടുക്കോ ഞാനെങ്ങാനും ഇങ്ങനെ കൊടുത്തിട്ടാണ് വയറിളകിയെന്ന്? അന്നാ എന്റെ കാര്യം തീർന്നതാണ് ദൈവമേ.